ഹായ്, നമുക്ക് ഇന്ന് പുതിയൊരു കണക്ക് പഠിക്കാം. ഈ പരീക്ഷയ്ക്ക് 2 മാർക്കിന് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? എയും ബിയും രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. then verify എ ബി ദി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുള്ളതാണ്. എ ബി ദി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് ഈക്വൽ ആണ് തെളിയിക്കണം. നമുക്ക് ആദ്യം റൈറ്റ് സൈഡ് ചെയ്യാം. അതായത് ബി ഇൻവേഴ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകും. ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫോർമുല പറഞ്ഞോളൂ. 1 by ഡിറ്റർമിനന്റ് ബി ഇൻറ്റു എന്താണ്? അഡ്ജോ ഇൻറ്റു ബി. അഡ്ജോ ഇൻറ്റു ബി. 1 by ഡിറ്റർമിനന്റ് ബി ഇൻറ്റു അഡ്ജോ ഇൻറ്റു ബി. നമുക്ക് ഡിറ്റർമിനന്റ് ബി കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനന്റ് ബി കണ്ടുപിടിച്ച് പറഞ്ഞേ പിന്നെ നോക്കി. ഡിറ്റർമിനന്റ് ബി ഇസ് ഈക്വൽ ടു മെയിൻ പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ മൈനസ് പ്രോഡക്റ്റ് ഓഫ് ഓഫ് ഡയഗണൽ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 6 എത്ര വരും? 54. 54 മൈനസ് അടുത്തത് 7 56. 54 മൈനസ് 56. ആൻസർ എത്ര വന്നു? -2. ഡിറ്റർമിനന്റ് ബി ആയല്ലോ. അടുത്തത് അഡ്ജോയിന്റ് ബി കണ്ടുപിടിക്കണം. അഡ്ജ് ഇസ് ഈക്വൽ ടു അഡ്ജ് ബി എഴുതാനുള്ള മാർഗ്ഗം എളുപ്പമാർഗ്ഗം 2x2 മെട്രിക്സ് ആണെങ്കിൽ അഡ്ജ് ബി കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ഡയഗണൽ രണ്ടും കൂടെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം. മെയിൻ ഡയഗണൽ രണ്ടും കൂടെ ഇന്റർചേഞ്ച് ചെയ്ത്. അപ്പൊ ബി എന്ന് പറയുന്നത് 6 8 7 9 ആണ് കിടക്കുന്നത്. 6 കിടന്നിടത്ത് എന്ത് വരും? 9 വരും. അപ്പോൾ 9 കിടന്നിടത്ത് എന്ത് വരും? 6 വരും. ഓക്കെ. അടുത്തത് ഓഫ് ഡയഗണൽ രണ്ടും കൂടെ എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പൊ 8ന്റെ സൈൻ എന്താവും? നെഗറ്റീവ് ആവും. 7ന്റെ സൈനും എന്താവും? നെഗറ്റീവ് ആവും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അഡ്ജോ ഇൻറ്റു ബി കിട്ടിക്കഴിഞ്ഞു. അതിന് ബി ഇൻവേഴ്സ് എഴുതാൻ പാടില്ല. ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞോളൂ. ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 by -2 into 9 -8 -7 6. ഇതാണ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും ഫോർമുല അത് തന്നെയാണ്. എന്താണ്? 1 by ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോ ഇൻറ്റു എ. 1 by ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുമ്പോൾ 3 5 15 15 മൈനസ് 14. 15 മൈനസ് 14 എന്ത് വരും? 15 മൈനസ് 14. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം എ എന്തായി? എ ഇൻവേഴ്സ് അല്ല, എ ഡിറ്റർമിനന്റ് എ ആയി. അതായത് ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു 15 മൈനസ് 14. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി അഡ്ജോ ഇൻറ്റു എ. അഡ്ജോ ഇൻറ്റു അതും ഇതുപോലെ പറഞ്ഞോളൂ. എന്താണ്? മെയിൻ ഡയഗണൽ രണ്ടും കൂടെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം. ഓഫ് ഡയഗണൽ രണ്ടും കൂടെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പം 3ന്റെ സ്ഥലത്ത് എത്ര വരും? 5 വരും. അപ്പോൾ 5ന്റെ സ്ഥലത്ത് എത്ര വരും? 3 വരും. ഇനി അപ്പോൾ മെയിൻ ഡയഗണൽ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓഫ് ഡയഗണലിൽ വന്നാൽ 7 ആണ് അവിടെ കിടക്കുന്നത്. അത് -7 ആവും. ഇപ്പുറത്ത് കിടക്കുന്നത് 2 ആണ്. അത് -2 ആവും. ഇപ്പം നമുക്ക് എളുപ്പത്തിൽ അഡ്ജോയിന്റ് എഴുതി കഴിഞ്ഞു. ഇനി എന്തെഴുതണം? എ ഇൻവേഴ്സ് എഴുതണം. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ആൻസർ 1 by 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ? 1 തന്നെ. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് എക്ക് ഈക്വൽ ആയിട്ട് വരും. -2 3. എ ഇൻവേഴ്സ് 1. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചു? ബി ഇൻവേഴ്സും കണ്ടുപിടിച്ചു, എ ഇൻവേഴ്സും കണ്ടുപിടിച്ചു. നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ബി ഇൻവേഴ്സിൻ്റെ വാല്യൂ എത്രയാ? -1 by 2 ഇൻറ്റു 9 -8 -7 6. ഇതാണ് എന്ത് വന്നത്? ബി ഇൻവേഴ്സ് വന്നത്. എ ഇൻവേഴ്സോ? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് 5 -7 -2 3 എന്നാണ് നമുക്ക് എ ഇൻവേഴ്സ് വന്നത്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെയാണ്? റോ ഇൻറ്റു കോളം. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 9 ആണ്. 1 by 2 അവിടെ തന്നെ കിടന്നോട്ടെ. -1 by 2 അതുപോലെ തന്നെ കൊടുക്കുന്നു. 9 into 5 45 plus -8 into -2 that is equal to +60. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം. അപ്പോൾ 9 into 7 എത്ര വരും? -63. 9 63. അടുത്തത് 8 into 3 -24 നെഗറ്റീവ് ആയതിനാൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ എന്ത് ചെയ്ത് കഴിഞ്ഞു? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് റോ തുടങ്ങാം. സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ -7 into 5. 7 into 5 എത്രയാണ്? 35. നെഗറ്റീവ് 35. അടുത്തത് 6 into -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -12.
അടുത്ത 7 ഇൻറ്റു -7, അതായത് -7 ഇൻറ്റു -7 49. അടുത്ത 6 ഇൻറ്റു 3, 6 ഇൻറ്റു 3 80, 6 ഇൻറ്റു 3 80. മനസ്സിലായി? ഇനി ആഡ് ചെയ്തോളൂ. 45ഉം 16ഉം കൂടെ ആഡ് ചെയ്യണം. എത്ര വരും? 6 5 11, ശിഷ്ടം 1, 4 1 5, 5 1 6, എത്ര വന്നു? 61. അപ്പുറത്ത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? രണ്ടും ഒരേ സൈനാണ്. ഒരേ സൈനാണെങ്കിൽ ആഡ് ചെയ്ത് അതേ സൈൻ. അപ്പം 4 3 7, 6 2 8. അപ്പം എന്ത് വരും? -87. ഇവിടെയും അതുപോലെ തന്നെയാണ്. നെഗറ്റീവാണ്. രണ്ടും ആഡ് ചെയ്ത് അതേ സൈൻ. 5ഉം 2ഉം കൂടി കൂട്ടിയാൽ 7, 3ഉം 1ഉം കൂടെ കൂട്ടിയാൽ 4. എന്ത് വരും? -47. ഇപ്പുറത്തും പോസിറ്റീവ് ആണ്. രണ്ടും ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 9 8 17, ശിഷ്ടം 1, 4 1 5 1 6. അപ്പോൾ നമുക്ക് ആൻസറായി. എന്തായി? ഇനി വെളിയിലൊരു എന്തുണ്ട്? -1/2 ഉണ്ട്. അകത്ത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. ഇതുപോലെ കിടന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കിട്ടി. നമുക്ക് റൈറ്റ് സൈഡായി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം. അതായത് എ ബി കണ്ടുപിടിക്കണം. എ ബി ഈസ് ഈക്വൽ ടു, എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി എന്നാണല്ലോ മീനിങ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എടുത്തെഴുതുന്നു. 3 7 2 5 എന്ന് പറയുന്നത് എ ആണ്. ബി എന്ന് പറയുന്നത് 6 8 7 9. രണ്ടും കൂടി എന്ത് ചെയ്യാൻ പോകുന്നു? മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞോളൂ. ആൻസർ 3 ഇൻറ്റു 6 എത്ര വരും? 18. 7 ഇൻറ്റു 7 49. ഓക്കെ. അടുത്ത 3 ഇൻറ്റു 8 24. അടുത്ത 7 ഇൻറ്റു 9 63. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് റോ. സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ 2 ആണ്. 2 ഇൻറ്റു 6 എത്ര വരും? 12. 5 ഇൻറ്റു 7 എത്ര വരും? 5 ഇൻറ്റു 7 35. ഓക്കെ. അടുത്തത് 2 ഇൻറ്റു 8 16. 2 ഇൻറ്റു 8 16. 5 ഇൻറ്റു 9 എത്ര വരും? 45. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് പറഞ്ഞോളൂ. 9 8 17 അല്ലേ? ശിഷ്ടം 1 അല്ലേ? 4 1 5 1 6 അല്ലേ? 67. ഇവിടെ 4 3 7, 6 2 8 87. ഇവിടെ ആഡ് ചെയ്യുമ്പം 5 2 7, 3 1 47. ഇവിടെ ആഡ് ചെയ്യുമ്പം 6 5 11, 4 1 5 1 6. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ ബി കിട്ടി. എ ബി കിട്ടിയില്ലേ? ഇനി എന്ത് കണ്ടുപിടിക്കണം? എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എ ബി ദി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/determinant എ ബി ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ബി. ഇനി നമുക്ക് എ ബി കിട്ടി. ഇതിൽ നമുക്ക് അഡ്ജോയിൻ്റ് എ ബിയും കൂടെ ഇവിടെ തന്നെ എഴുതാം. അഡ്ജോയിൻ്റ് എ ബി പെട്ടെന്ന് പറഞ്ഞോ. എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് എഴുതണം. ഏത്? മെയിൻ ഡയഗണൽ. മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 61 വരും. ഇവിടെ എന്ത് വരും? 67 വരും. അല്ലെ? ഓഫ് ഡയഗണൽ എന്ത് ചെയ്യണം? സൈൻ മാറ്റി എഴുതണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ -27, ഇവിടെയോ -47. ഇപ്പം എന്തായി? അഡ്ജോയിൻ്റ് ഓഫ് എ ബിയും ആയി. മനസ്സിലായി? അഡ്ജോയിൻ്റ്. ഇനി എന്തും കൂടി മതി? ഡിറ്റർമിനന്റ് എ ബിയും കൂടി മതി. അപ്പം ഡിറ്റർമിനന്റ് എ ബി നമുക്ക് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എ ബി കണ്ടുപിടിക്കാം. കുറച്ച് ഭാഗം നമുക്ക് മാറ്റാം. നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? എ ബി ദി ഹോൾ ഇൻവേഴ്സ് അല്ലേ ഇവിടെ കിട്ടി വെച്ചേക്കുന്നത്. അതായത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഭാഗം മാറ്റാം. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് എ ബി കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എ ബി. എ ബി സി കൊണ്ട് പറഞ്ഞോളൂ. പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ മൈനസ് പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്? 67. ഇത് എ ബി ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. എ ബി അതായത് പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ 67 ഇൻറ്റു 61. ഓക്കെ. മൈനസ് പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ. അപ്പോൾ എന്ത് വരും? 87 ഇൻറ്റു 40. 87 ഇൻറ്റു 47. 87 ഇൻറ്റു 47. ഓക്കെ. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. 67 ഇൻറ്റു 61 മൾട്ടിപ്ലൈ ചെയ്തോളൂ. 1 7 7, 1 6 6, 6 7 42, ശിഷ്ടം 4, 6 6 36, 4 40. ഇപ്പം എന്ത് കിട്ടി? ആൻസറായി 804. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 67 ഇൻറ്റു 61 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? 87 ഇൻറ്റു 47 ചെയ്യാൻ പോകുന്നു. ഉത്തരം പറഞ്ഞോളൂ. 7 7 49. ബാക്കി 4. 8 7 56, 4 60.
4 7 28 ശിഷ്ടം 2 4 8 32 32ഉം 2ഉം 33 ആഡ് ചെയ്തോളൂ 9 8 10 4 അപ്പോൾ 4 0 8 9 മറ്റെടുത്തു 4 0 8 7 ഏതിൽ ഏത് മൈനസ് ചെയ്യണം 4 0 8 7 4 0 8 9 മൈനസ് ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും -2 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്ര കിട്ടി -2 കിട്ടി. ഓക്കെ പഠിക്കുന്നുണ്ട് വി കിട്ടിയല്ലോ. എന്താ കിട്ടിയത് -2 കിട്ടി. ഇനി നമുക്കിതൊന്ന് വായിക്കാം. ഇനി നമ്മൾ എന്ത് എഴുതാൻ പോകുന്നു എ ബി ഡി ഹോൾ ഇൻവേഴ്സ് എഴുതാൻ പോകുന്നു. എ ബി ഡി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട് 1 ഡിറ്റർമിനന്റ് എ ബി ഇൻറ്റു എന്താണ് അഡ്ജോയിൻ്റ് എ ബി അഡ്ജോയിൻ്റ് എ ബി. പിന്നെ അവിടുത്തെ 1 ഡിറ്റർമിനന്റ് എ ബി എന്താ വന്നത് -1/2. അഡ്ജോയിൻ്റ് എ ബി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ 61 -87 61 -87 പിന്നെ -47 പിന്നെ 67 ഇവിടെ 61. ഓക്കെ ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് എ ബി ഡി ഹോൾ ഇൻവേഴ്സ്. നമുക്ക് നോക്കാം എ ബി ഡി ഹോൾ ഇൻവേഴ്സ് തന്നെയാണോ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് നോക്കിക്കേ 61 87 -47 67 ഓക്കെ -1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വെരിഫൈഡ് ആയില്ലേ. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം എ ബി ദി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ദാറ്റ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയുമായി അതായത് മറ്റൊരു ക്വസ്റ്റ്യനുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ താങ്ക് യു.